സർ നമസ്കാരം. ഭീകരതയ്ക്കെതിരെ, അതായത് പാകിസ്ഥാന്റെ ഭീകരതയെ തുറന്നു കാണിക്കാനായിട്ട് നമ്മുടെ രാജ്യം നയതന്ത്ര പ്രതിനിധി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. ഇപ്പോൾ UN പോലും, അതായത് UN രക്ഷാസമിതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രതിനിധി. ഭീകരതയെ തുറന്നു കാണിക്കാനുള്ള ഇന്ത്യയുടെ ഈ ശ്രമമെല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്തുമോ? ഡിപ്ലോമസി എന്ന് പറഞ്ഞത് എന്താ പറയുക, ഒരു വെപ്പണാണ്. വേറെ നമ്മളിപ്പോൾ യുദ്ധത്തിൽ ബോംബുകൾ ഉപയോഗിക്കുന്ന മാതിരിയാണ് ഈ പറഞ്ഞ മാതിരി ഡിപ്ലോമസിയുടെ കാര്യം. നമ്മൾ കണ്ടു, നമ്മുടെ ഭാരത്തിൽ നിന്നൊരു 7-8 ഡെലിഗേഷൻസ് പറഞ്ഞ മാതിരി US-ഉം അറബ് കൺട്രീസും ആഫ്രിക്കയിലേക്കും ഈ പറഞ്ഞ ഓസ്ട്രേലിയ, അന്യ രാജ്യങ്ങൾക്ക് ഇപ്പോൾ അതുമാതിരി ഇവൻ ജയശങ്കർ, ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറും ജർമ്മനി ആയാലും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഈ പറഞ്ഞ അവിടെ എത്തി അവരെ മീഡിയ അഡ്രസ്സ് ചെയ്ത്, അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്ത്, അവിടുത്തെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസായിട്ട് ചർച്ച നടത്തി. പാകിസ്ഥാൻ ചെയ്ത അന്ന് പെഹൽഗാമിൽ നടത്തിയ ഈ പറഞ്ഞ ടെററിസ്റ്റ് അറ്റാക്കിനെ പറ്റിയിട്ടും അത് കഴിഞ്ഞ് ഭാരതം ചെയ്ത റിപ്ലൈയും ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടു. ശശി തരൂർ ആവട്ടെ, സുപ്രിയ സൂലെ ആവട്ടെ, കണിമൊഴി ആവട്ടെ, ബാക്കി ആരും ആവട്ടെ, ഇവരെല്ലാം ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് അവരവരുടെ പ്രതിനിധികളെ കണ്ട് നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഡിപ്ലോമസി ഈ പറഞ്ഞ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു സോഫ്റ്റ് വെപ്പണാണ്. നമ്മളത് ബോംബല്ലാതെ, മിസൈൽ അല്ലാതെ, എന്താ പറയുക, വേറൊരു ടൈപ്പ് ഇന്റർകോണ്ടിനെന്റൽ ബാലൻസ് അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ വേറൊരു ഡെസ്ട്രക്റ്റീവ് വെപ്പൺ അല്ലാതെ ഒരു കൺസ്ട്രക്റ്റീവ് വെപ്പണാണ്. അതിനെ നമ്മൾ നോക്കി ഉപയോഗിക്കണം. അതാണ് വേണ്ടത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് UN ഈ പറഞ്ഞ മാതിരി എനിക്കിപ്പോഴും തോന്നുന്ന വേറെ കാര്യം, UN ഒരു ഡിബേറ്റിംഗ് സൊസൈറ്റിയാണ്. യുണൈറ്റഡ് നേഷൻസിൽ ഒന്നും നടക്കില്ല, വെറുതെ ചർച്ച മാത്രമേ നടക്കൂ, ഒരു വോട്ടിംഗ് നടക്കും. അത് കഴിയും. ഇന്ന് വരെ UN ലാസ്റ്റ് 5 കൊല്ലത്തിൽ യുക്രൈൻ റഷ്യ വാർ ആവട്ടെ, ഇസ്രായേൽ ഹമാസ് വാർ, ഈ പറഞ്ഞ യുദ്ധമാവട്ടെ, ഇതിനെ അവർ ഒരു ലോജിക്കൽ എൻഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പറ്റില്ല, അവരെ കൊണ്ട്, UN കൊണ്ട് പറ്റില്ല. ബിക്കോസ് അവിടെ 5 രാജ്യങ്ങൾക്ക് വീറ്റോ പവർ കൊടുത്ത് അവർക്ക് എന്ത് ഡിസ്കഷനെ വേണമെങ്കിൽ വീറ്റോ ചെയ്യാം, എന്തിനേയും വേണമെങ്കിൽ അവർക്ക് നിർത്തിവെക്കാം. പക്ഷെ അതല്ല ഇന്ത്യ ചെയ്തു. ഭാരതം ചെയ്തത് എന്താണ്? ഒന്ന്, യുണൈറ്റഡ് നേഷൻസിൽ പാകിസ്ഥാനെ തുറന്നു കാണിച്ചത് ആദ്യമായിട്ടല്ല കേട്ടോ, ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേമാതിരി നമ്മൾ ഈ ഡെലിഗേഷൻസിനെ ഓരോ രാഷ്ട്രങ്ങൾക്ക് വിട്ടിട്ട്, അത് നമ്മുടെ ചില ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡേഴ്സ് തന്നെയാണ് ആ ഡെലിഗേഷൻ്റെ ലീഡറായിട്ട്. അത് ഞാൻ പറഞ്ഞ ശശി തരൂർ ആയാലും കണിമൊഴി ആയാലും സുപ്രിയ സൂല, ഇവരൊക്കെ ലീഡേഴ്സായിട്ട്, ഈവൻ അസദുദ്ദീൻ ഒവൈസി, ഇദ്ദേഹമൊക്കെ ഓരോ ഡെലിഗേഷനിൽ പോയിട്ട് അവിടെ പോയി ബഹ്റൈനിൽ പോയി ഇന്നലെ പാകിസ്ഥാനെ പറ്റി ക്ലിയർ ആയിട്ട് പാകിസ്ഥാന്റെ ടെററിസ്റ്റ് ആക്ടിവിറ്റിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇത് മോദി പറയുന്നതല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. മോദി പറഞ്ഞാൽ പിന്നെ പറയും മോദി പറഞ്ഞതാണ്, മോദിയുടെ ആൾക്കാർ പറഞ്ഞത്. പക്ഷേ എവിടെ അസദുദ്ദീൻ ഒവൈസി, മോദി എപ്പോഴും എതിർക്കുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ ബഹ്റൈനിൽ പോയിട്ട് പാകിസ്ഥാന്റെ ടെററിസ്റ്റ് ആക്ടിവിറ്റിനെ പറയണം. ശശി തരൂറിന്റെ മാതിരിയുള്ള ആള് സുപ്രിയ സൂലെ ഡിസ്കഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ കണിമൊഴി ഡിസ്കഷൻ നടത്തുമ്പോൾ ഈ പറഞ്ഞ മാതിരി അതിന് വേറൊരു മീനിങ് തന്നെയാണ്, വേറെ സംശയമില്ല. അത് ഈ പറഞ്ഞ പാകിസ്ഥാനെ ഒരു ടെററിസ്റ്റ് നേഷനാക്കി കാണിക്കുക, FATF ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ് കൊണ്ടുവരിക, യുണൈറ്റഡ് നേഷൻ 1469 റെസൊല്യൂഷൻ്റെ അണ്ടറിൽ അവരെ ആ ടെററിസ്റ്റ് നേഷനായിട്ട് ഡിക്ലെയർ ചെയ്യുക എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഈ ഇന്റർനാഷണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് എനിക്കെപ്പോഴും തോന്നുന്നത്, നമ്മളൊരു ഇന്റർനാഷണൽ ചാനൽ ഇല്ലാത്തതാണ് നമുക്കൊരു വല്ലാത്തൊരു വീക്ക്നെസ്. നമ്മുടെ അൽ ജസീറ മാതിരി ഒരു ചാനൽ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ കാശുണ്ടെങ്കിൽ ഖത്താറിനെ മാതിരി ലോബി ചെയ്യാനുള്ള കാശുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറെ കാണിച്ചു കൂട്ടായിരുന്നു, വാഷിങ്ടണിലായാലും ലണ്ടനിലായാലും ജർമ്മനിയിലായാലും. പക്ഷെ നമ്മുടെ അടുത്ത് അത്ര കാശില്ല. അപ്പം നമ്മൾ ചിലവാക്കുന്ന കാശ് ഈ പറഞ്ഞ മാതിരി ഒന്നിലും ലോബിങ്ങിന് ഉപയോഗിക്കുക. US നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, ഒരു ഏജൻസി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. അതേമാതിരി ഈ പറഞ്ഞ ഓരോ ഡെലിഗേഷന് ഓരോ രാഷ്ട്രങ്ങൾക്ക് അയച്ച് അവരുടെ ആ ഡെലിഗേഷൻ ആ രാഷ്ട്രത്തിൽ നടക്കുന്ന ഈ പറഞ്ഞ ചർച്ച നടത്തി, അവിടുത്തെ പ്രതിനിധികളായിട്ട് ചർച്ച നടത്തി, അവിടുത്തെ പൊളിറ്റീഷ്യൻസായിട്ട് ചർച്ച നടത്തി, അവിടുത്തെ മീഡിയ അഡ്രസ്സ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേസമയത്ത് ജയശങ്കർജിയും ചെയ്യുന്നുണ്ട്, അത് സംശയമില്ല. പക്ഷെ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടായിരിക്കും. നമുക്ക് നമ്മൾ പാകിസ്ഥാനെ എത്ര തുറന്ന് കാണിച്ചാലും പാകിസ്ഥാൻ സമ്മതിക്കില്ല. നമുക്കതൊരു കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ എത്ര ട്രൈ ചെയ്ത് നോക്കിയാലും പാകിസ്ഥാൻ പിന്നെയും പറയും, അല്ലല്ല ഇത് കശ്മീരി ഫ്രീഡം ഫൈറ്റേഴ്സ് ആണെന്ന് പറയും. ഇന്നല്ല, ഇത് 48 തൊട്ട് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് അടിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാ ചെയ്തതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ പുറത്തെ രാജ്യങ്ങൾക്ക്, ഓരോ രാജ്യങ്ങൾക്ക് വിട്ടത്. അത് കണ്ട് നമ്മൾ പഠിക്കണം. അതാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി അത് മതിയോ അതോ ഇനിയും ചെയ്യാണ്ടോ എന്ന് വെച്ചാൽ, പക്ഷേ ഇനിയും ചെയ്യാണ്ട് കേട്ടോ, അതിൽ സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇനി ഒരു പൊസിഷൻ വരണമെങ്കിൽ ഭാരതത്തിന് ഒരു ഡിപ്ലോമാറ്റിക്
ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ പാകിസ്ഥാന് വേറെ വഴിയില്ല. പാകിസ്ഥാൻ ഏതെങ്കിലും ഡെലിഗേഷൻ എങ്ങനെയെങ്കിലും അയച്ചിട്ടുണ്ട്. ശരിയാണ്, ബിലാവൽ ഭുട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ ആൾക്കാർ വിളിച്ച് അതും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മതിയാവില്ല. പാകിസ്ഥാൻ ആരും വിശ്വസിക്കില്ല. നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം ആ കാര്യത്തിൽ. അതേ സമയത്ത് ഭാരതം പറയുമ്പോൾ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ആയാലും വേറെ ഈവൻ ഫോറിൻ സെക്രട്ടറി മിസ്രി ആയാലും ആര് പറയുമ്പോഴും ഈ പറഞ്ഞ മാതിരി നമുക്കൊരു ഡിസ്കഷന് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ലോജിക്കൽ എൻഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നതും. നമുക്ക് ഈ പറഞ്ഞ മാതിരി അന്യനാട്ടിലേക്ക് വെറുതെ കാശ് ചെലവാക്കിയ ആൾക്കാരെ വിടുകയല്ല. ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യണം. നമുക്കത് വേണ്ട. പാകിസ്ഥാൻ തുറന്നു കാണിക്കണം. പാകിസ്ഥാൻ നടത്തുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ പറ്റി, പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ടെറർ ഗ്രൂപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും, പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ ടെററിസ്റ്റും കൂടിയുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ തുറന്നു കാണിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് സംശയമില്ല കേട്ടോ. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇന്നലെയല്ല, ഇത് നാളെയും ഇത് തുടങ്ങിക്കൊണ്ട് വരുന്നു. അത് വേറെ സംശയമില്ല. ഇത് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഇന്നല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ ലോകം മനസ്സിലാക്കും. ബിക്കോസ് ഈ പാകിസ്ഥാനാണ് അൽ ഖൈദയുടെ കൂടെ കിടന്ന് കളിച്ചത്. ഈ പാകിസ്ഥാനാണ് ഇതിനു മുമ്പ് ISIയുടെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് US-ഉം നേറ്റോവും എല്ലാം ഇവരെ കൂടെ കളിക്കാൻ കാരണം അന്ന് റഷ്യയെ പിടിച്ച് പുറത്തേക്കാക്കാൻ നോക്കിയതാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷെ അത് മാറി. റഷ്യ അവിടെ നിന്ന് പോയി. അവസാനം അവിടെ നിന്ന് എന്ത് പറ്റി? അമേരിക്കക്കാർക്ക് ഓടേണ്ട വന്നു അവിടുന്ന്. എന്നിട്ട് ഇന്നിപ്പോൾ ഈ പറഞ്ഞ മാതിരി അവിടെ ഒരു താലിബാനാണ് അവിടുത്തെ രാജാക്കന്മാർ അഫ്ഗാനിസ്ഥാനിൽ. പാകിസ്ഥാൻ അവിടെ പോയി. പാകിസ്ഥാനിലെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ അവർ റഷ്യയുടെ നേരെ ഉപയോഗിക്കാനത് കൊടുത്തിരുന്നത്. പക്ഷെ അവരിപ്പോൾ F-16 ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ നേരെയാണ്. അതൊരു കണ്ടീഷൻ, വയലേഷൻ ഓഫ് കണ്ടീഷൻ. അതൊക്കെ നമ്മൾ തുറന്ന് കാണിക്കണം. നമ്മൾ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് പാകിസ്ഥാൻ്റെ ഒരു ന്യൂക്ലിയർ ബ്ലഫ് എന്ന് മോദിജി പറഞ്ഞിരുന്നല്ലോ. ഒരു ന്യൂക്ലിയർ ബ്ലഫ്. പാകിസ്ഥാൻ വെറുതെ എന്ന് ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ആയതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നു. അവർ ചെയ്യില്ല. അതിനെ നമ്മൾ അടിച്ച് തളിപ്പാടാക്കി കംപ്ലീറ്റ് ആയിട്ട്. അവർ റേഡാർ സിസ്റ്റത്തെ നമ്മൾ അടിച്ചു, അവർ F-16 അടിച്ചു, അവർ അവാക്സിന് അടിച്ചു. ഇതാണ് നമ്മൾ പോയി അവിടെ കാണിക്കുന്നത്. ബിക്കോസ് നമുക്കൊരു ഇനീഷ്യൽ നാരേറ്റീവ് നമ്മൾ തോറ്റുപോയി. ശരിയാണ്, അത് കാര്യം, അത് സംശയമില്ല. പാകിസ്ഥാൻ വെറുതെ നമ്മുടെ ഒരു അഞ്ച് റഫാലിന് അടിച്ചു കൊടുത്തി. അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അവിടുത്തെ കുറച്ച് മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഈ പറഞ്ഞ മാതിരി പിന്നെ ചില ഹിന്ദുവുമായിട്ടുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ നടത്തിയ ക്യാമ്പയിനാണ്. പിന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഒറ്റ എയർക്രാഫ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഇന്റർനാഷണൽ മീഡിയ, റോയിറ്റേഴ്സ് ആവട്ടെ, ന്യൂയോർക്ക് ടൈംസ് ആവട്ടെ, എക്കോണമിസ്റ്റ് ആവട്ടെ, വാഷിംഗ്ടൺ പോസ്റ്റ് ആവട്ടെ, ഇവരൊക്കെ ഭാരതത്തിന് എതിരാണ്. പക്ഷെ നമ്മൾ നമ്മുടെ നെറേറ്റീവ് ബിൽഡ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ആ നെറേറ്റീവ് ബിൽഡിങ്ങിലാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് തോറ്റുപോയത് 7-ാം തീയതി വൈകുന്നേരം 8-ാം തീയതി കാലത്തായിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ പിക്കപ്പ് ചെയ്തു. പിന്നെയാണ് മോദിജിക്ക് മനസ്സിലായത് ഇത് പറ്റില്ല. ഈ പറഞ്ഞ മാതിരി ഓരോ രാഷ്ട്രത്തേക്ക് പറ്റുന്നത്ര സ്ഥലങ്ങൾക്ക് നമ്മുടെ ഡെലിഗേഷൻസിനെ അയച്ച് അവരായിട്ട് വർത്താനം പറയുക. അതേസമയം ജയശങ്കർജി മേജർ രാജ്യങ്ങളിലായിട്ട് പോയി അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററായിട്ടും അവിടുത്തെ പ്രൈം മിനിസ്റ്ററായിട്ടും അവിടുത്തെ റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റായിട്ട് വർത്താനം പറഞ്ഞ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൽ ഞാൻ കാണുകയാണെങ്കിൽ നല്ലൊരു സക്സസ് ഉണ്ട്, സംശയമില്ലായിരുന്നു. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. എത്രയോ പ്രസ് കോൺഫറൻസ് ലാസ്റ്റ് 3 ദിവസം നടത്തി ജയശങ്കർജി നടത്തിയ പ്രസ് കോൺഫറൻസിലെ ഓരോ വീഡിയോ ഇപ്പോൾ കോൺഗ്രസ്സുകാരനിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മനസ്സിലാവും നമുക്ക് സക്സസ്ഫുൾ ആയി എന്നുള്ള കാര്യം. കോൺഗ്രസ്സുകാർ വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സംശയമില്ല, ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് അവർ എടുക്കുന്നുണ്ട്. ബിക്കോസ് കോൺഗ്രസ് പിന്നെയും ചോദിക്കുന്ന പാകിസ്ഥാൻ ചോദിക്കുന്ന അതേ ചോദ്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടി ചോദിക്കുന്നത്. എത്ര റഫാൽ പോയി, എത്ര നമ്മുടെ സൈനികരെ കൊല്ലപ്പെട്ടു, എന്തിനാണ് പാകിസ്ഥാൻ്റെ കൂടെ ഹൈഫനൈറ്റ് ചെയ്യുന്നത്? നമ്മളെവിടെ ഹൈഫനൈറ്റ് ചെയ്തു? പാകിസ്ഥാൻ ഇന്ത്യയും കൂടിയിട്ടാണ് ഈ യുദ്ധം നടന്നത്. യുദ്ധം എന്ന് പറയാൻ പറ്റിയ ഒരു സ്കർമിഷ് നടന്നത്, ചെറുതായിട്ടൊരു യുദ്ധം. പക്ഷെ നമ്മൾ വേറെ ഒരു ബംഗ്ലാദേശിന് കൂടിയല്ല നടത്തിയ. അപ്പോൾ ഹൈഫനേഷൻ എവിടെ വന്നത്? പറയുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധം നടന്നു, അതാ പറയേണ്ടത്. അതാണ് അതിൻ്റെ ക്ലാരിറ്റി. പക്ഷെ അതേ സമയത്ത് ഇവർ പറയുന്നത് പാകിസ്ഥാനെ ഹൈഫനേറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധി പറയുന്നതാണ്. എത്ര റഫാൽ അടിച്ചു. ഇതൊക്കെ പാകിസ്ഥാൻ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു. ഈ പറഞ്ഞ നമ്മുടെ രാഷ്ട്രത്തിനുള്ളിൽ നമുക്ക് നമ്മൾ 2.5% വാറാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. 2.5 ഫ്രണ്ട് വാർ. ഇത് ജനറൽ ബിപിൻ റാവത്ത് പണ്ട് പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ, ചൈന, പിന്നെ നമ്മുടെ അവിടെയുള്ള ഈ പറഞ്ഞ മാതിരി അർബൻ നെക്സൽസും ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ആൾക്കാരെ കൂടിയിട്ടാണ് ബാക്കി ഒരു 0.5 വരുന്നത്. വേണമെങ്കിൽ നമുക്കൊരു 0.5 ബംഗ്ലാദേശും കൂടി ആഡ് ചെയ്യാം, 3 മാറ്റാം, 3 ഫ്രണ്ട് വാറാക്കി മാറ്റാം. പക്ഷേ ഈ പറഞ്ഞ ഈ ഡെലിഗേഷൻ അയച്ച നല്ല കാര്യമാണ് ചെയ്തത്. ബിക്കോസ് ശശി തരൂരിനെമാരിയും സുപ്രിയ സുലെയുടെമാരിയും ഈ പറഞ്ഞ കണിമൊഴിയുള്ള ആൾക്കാരൊക്കെ ഓപ്പോസിഷൻ റോള് അവർ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ പോയി അന്യരാജ്യങ്ങളിൽ പോയി പറയുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി വരും. ഇത് മോദി അല്ല പറയുന്നത്, അവിടുത്തെ ഓപ്പോസിഷൻ ലീഡേഴ്സാണ് പറയുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി വരും. പക്ഷെ അതേ സമയത്ത് എനിക്ക് വിഷമമുള്ള കാര്യം ഈ രാഹുൽ ഗാന്ധി അവിടെ ഇല്ലാത്ത ഓരോ പൊട്ടത്തരം വിളിച്ച് പറയുമ്പോഴാണ്. പക്ഷെ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വെറും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല.
വെറുതെ എന്താ പറയുക സൈഡിൽ കൂടെ പൊക്കോട്ടെ, നമ്മൾ അതിനെ പറ്റി കെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് ചെയ്യണം. ബിക്കോസ് രാഹുൽ ഗാന്ധിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിയില്ല, ഒരു കാര്യത്തിൽ കാഴ്ചപ്പാടില്ല. എന്തായാലും ഭാരതത്തിൻ്റെ ശ്രമം ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കാം സർ, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.